Just like me, it's a missing good thing. Another night ruined, I don't even know when we came this way. Now you're acting so different than. Hi everyone, welcome back to another episode of my channel. So നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈസ്റ്റേൺ ബാംഗ്ലൂസിൽ അനന്താര റിസോർട്ടിൻ്റെ ബാക്കിൽ കയാക്കിംഗ് ഉണ്ട്. ഒരു അടിപൊളി കയാക്കിംഗ് ഉണ്ട് അബുദാബിയിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഫ്രൈഡേ എന്തായാലും കയാക്കിംഗ് ചെയ്ത് അടിച്ചു പൊളിക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ അനന്താര റിസോർട്ട്. അതിൻ്റെ ബാക്കിലാണ് കയാക്കിംഗ് ചെയ്യുന്നത്. എന്താ പറയുക, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയാക്കിങ്ങിന് വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ മക്കളെയൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഒരു 4 years എബവ് ഉള്ള കുട്ടികൾ അവർ അലൗഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് 2 പേർക്ക് ചെയ്യാൻ പറ്റുന്ന കയാക്കിങ്ങിൻ്റെ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നടുക്ക് നമുക്ക് നമ്മുടെ മക്കളെ ഇരുത്താം. അതുപോലെ സിംഗിൾ കയാക്കിംഗ് ചെയ്യാനുള്ള ബോട്ടുണ്ട്, പിന്നെ സ്റ്റാൻഡപ്പ് പെഡൽ ബോട്ടുണ്ട്, അതുപോലെ ലക്ഷറി ബോട്ട്സ് ഉണ്ട്, ഡോണറ്റ് ബോട്ട് ഉണ്ട്. അങ്ങനെ പലതരം ബോട്ട്സ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതരം ബോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ കയാക്കിങ്ങിന് വേണ്ടി റെഡിയായി. നമ്മളെ വെള്ളത്തിലേക്ക് അവരങ്ങോട്ട് ഇറക്കി വിട്ടു. അയ്യോ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മോൻ വരെ നല്ലോണം എൻജോയ് ചെയ്തത്. അവർ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയാക്കിങ്ങിന് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടൈം ഏർലി മോർണിംഗ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പാണ്, നല്ല തണുപ്പാണ്. എന്നിരുന്നാലും ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം കൂടാതെ നമുക്ക് ഓൾറൗണ്ട് ഇവർ 3 hours നമുക്ക് തരുന്നത്. പക്ഷേ ഈ 3 hours അല്ല, 4 hours നമ്മൾ ചുറ്റിക്കണ്ടാലും കാണാത്തത്രയുണ്ട്. അപ്പോൾ നമ്മൾ കാലത്തെ വന്നു കഴിഞ്ഞാലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം ടയേർഡ് ആവാതെ നമുക്ക് എൻജോയ് ചെയ്ത് കയാക്കിങ് ചെയ്യാൻ പറ്റും. വീഡിയോ എടുക്കലും കയാക്കിങ് ചെയ്യലും കൂടി കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു. ഇവിടെ ഒരുപാട് സ്പീഷ്യസ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫ്ലെമിംഗോസൊക്കെ വരുന്ന ടൈമാണല്ലോ. ഇത് കണ്ടില്ലേ, ഇതൊരു ലക്ഷറി ബോട്ടാണ്, ഡോണറ്റ് ബോട്ട്. അത് ഫാമിലി ആയിട്ട് എടുത്തിട്ട് അവർ ട്രാവൽ ചെയ്യുന്നതാട്ടോ അതിൽ. പക്ഷേ നമ്മൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ കയാക്കിംഗ് തന്നെയാണ്. ഈ നമ്മൾ ഫാമിലി ആണെങ്കിൽ ഇപ്പം ഒരു മോനോ കുട്ടിയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ട് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സിംഗിൾ ബോട്ടിന് നമ്മൾ പേ ചെയ്യേണ്ടത് 50 ദിർഹമാണ് ഫ്രൈഡേയ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 30 ദിർഹത്തിന് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഡബിൾ ബോട്ടാണെങ്കിൽ മീൻസ് 2 പേർക്ക് ഇരിക്കാൻ പറ്റിയ മക്കളെയും കൂടി ഇരിക്കാൻ പറ്റിയ ബോട്ടാണെങ്കിൽ അവർ 100 ദിർഹമാണ് ഇപ്പോൾ പേ ചെയ്യുന്നത്. അത് ഇപ്പോൾ ഫ്രൈഡേയ്സ് അല്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 80 ദിർഹത്തിനൊക്കെ അവർ ചിലപ്പോൾ തരുമായിരിക്കും. എന്നിരുന്നാലും നഷ്ടമില്ല, നമ്മൾ ഈ എമൗണ്ടിന് കയാക്കിങ് ചെയ്യുന്ന നഷ്ടമില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രസ്സിങ്, ഷൂസ് അതുപോലത്തെ ഒന്നും നമ്മൾ ഇട്ടിട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. സാൻഡിൽസാണ് എപ്പോഴും നല്ലത്. കാരണം എന്തായാലും നമ്മുടെ ബോട്ടിലേക്കൊക്കെ നമ്മൾ എന്താ പറയുക, കയാക്കിങ് ചെയ്യുമ്പോൾ വെള്ളം എന്തായാലും നമ്മുടെ ബോട്ടിൽ വരും. അപ്പം നനയാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അതിന് പറ്റിയ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരിക. പിന്നെ എന്തെങ്കിലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കരുതാം. കാരണം അവർ വാട്ടർ പ്രൂഫായിട്ടുള്ള ബാഗ്സൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ സെൻറ്റർ പോർഷനാണ്. നമ്മൾ കയാക്കിംഗ് ചെയ്ത് ഈ സെൻട്രൽ പോർഷനിൽ വന്നിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇത് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ സെൻട്രൽ പോർഷനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ഇവിടെ ബോട്ട് കൊണ്ടുവന്ന് നമ്മൾ ലാൻഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് എല്ലാവരും നല്ലോണം എൻജോയ് തന്നെ ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ലൊരു 2 ബേർഡ്സ് തമ്മിൽ നല്ല രീതിയിൽ കളിക്കുന്നത് കണ്ടു. നല്ലൊരു ഭംഗി തോന്നി. പിന്നെ ഒരുപാട് ടീംസ് ഉണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വലിയ ബോട്ടുണ്ട് കേട്ടോ. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ വഞ്ചി തുഴയില്ലേ, അതുപോലെ നമ്മൾക്ക് തുഴഞ്ഞ് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അങ്ങനെയും വരാം. അതിന് പറ്റിയ ബോട്ടും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, ഇത് ഓൾമോസ്റ്റ് ഫിലിപ്പീൻസാണ്. പിന്നെ ഇവിടെ സ്വിമ്മിങ് അറിയുന്നവർക്ക് സ്വിം ചെയ്യാൻ അലൗഡ് ആട്ടോ. കാരണം ഇവിടെ അധികം ആഴമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിം ചെയ്യാം. ഇവിടെ വന്ന് ബോട്ട് ഇട്ടിട്ട് കുറേ പേര് കുളിച്ചിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത്, സ്വിമ്മൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങി. കാരണം ഇതൊരു ബിഗ് ഏരിയ ആട്ടോ, ഒരുപാടുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ
അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് മുന്നോട്ട് പോയി. പിന്നെ തിരിച്ച് നമ്മൾ എല്ലാം കണ്ടതിന് ശേഷം ഈ വഴി തന്നെ നമ്മൾ തിരിച്ചു വരണം. അപ്പോൾ ഇവർ റോഡ് മാപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട്, നമുക്കത് നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക ചുറ്റിക്കറങ്ങി വരാം. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഗാർഡ്സൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം നമുക്ക് അഥവാ വഴി തെറ്റിയാലും ഇവരിടയ്ക്കിടയ്ക്ക് സ്പീഡ് ബോട്ടിൽ വന്നിട്ട് ആരെങ്കിലും തങ്ങി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. ഇപ്പം നമ്മൾ ടയേർഡാണെങ്കിൽ അവർ നമ്മളെ സ്പീഡ് ബോട്ടിൽ തിരിച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല സേഫാണ് ഇവിടെ വന്നാലും. ഇതുവരെ വഞ്ചിയിൽ കയറാത്തവർക്ക് വരെ നല്ല സുഖമായിട്ട് കയാക്കിങ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വരണം കേട്ടോ. അബുദാബിയിലുള്ളവരെല്ലാവരും എന്തായാലും വരണം. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം കയാക്കിങ്. ഓക്കെ, അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അബുദാബിയിലുള്ളവരെല്ലാവരും വന്നൊന്ന് നോക്കണം. പിന്നെ ഇപ്പോൾ റേറ്റ് ഒക്കെ നല്ല കുറവുണ്ടോ. ക്ഷീണിച്ചാ പറഞ്ഞ് ക്ഷീണിച്ചാ? പക്ഷേ നല്ല രസമുണ്ടായിരുന്നല്ലേ. മാംഗ്രൂവ്സിൻ്റെ ഇടയിലൂടെയുള്ള ഒരു 3 hours. ശരിക്കും അവർ 3 hours തരുന്നത്. അതെ, ബോട്ട് ആർക്കും അറിയില്ലെങ്കിലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കാരണം നമ്മളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് കയറിയതാണ്. പക്ഷെ പിന്നെ ഇവിടെ ഗാർഡ്സൊക്കെ നല്ലോണം ഉണ്ട്. അതെ, നമ്മുടെ കൂടെ വന്നവർ തുഴഞ്ഞ് അവരും എത്തി ലക്ഷ്യസ്ഥാനത്ത്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. പിന്നെ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറും അതുപോലെ ടൈമിങ്സും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വാച്ച് ഇറ്റ് ഔട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർക്ക് ഇവിടെ എന്താ റിസോർട്ടിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരു 3 hours ആയിരുന്നു. ഞങ്ങൾ ബൈ 10 ഒക്കെ ആയപ്പോൾ ഞങ്ങളുടെ കയാക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഏരിയ എല്ലാം. അപ്പം ഞങ്ങളവിടെ ഒരു ഓറഞ്ചിൻ്റെ ട്രീ ഒക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ UAE-യിലുള്ള എല്ലാവരും വന്ന് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ എമൗണ്ടൊക്കെ കുറച്ചിട്ടുണ്ട് അവർ, കൊറോണ ഒക്കെ വന്നിട്ട്. പിന്നെ നല്ല സേഫാണ്, സേഫ്റ്റി ഉണ്ട്, സേഫ് ഗാർഡ്സ് ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.